കണ്ട ഇപ്പൊ ഞാൻ താക്കോൽ ഇതടിക്കും. അപ്പൊ ഏത് രീതിയിൽ ഓഫ് ചെയ്താൽ അതിൽ തന്നെ ഓൺ ചെയ്യണം? അങ്ങനെയല്ല, ഈ സെൻട്രൽ ലോക്ക് ഇട്ടില്ലേ കുഴപ്പമില്ല. ഒരു സ്മാർട്ട് കാർഡ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്മാർട്ട് കാർഡ് തന്നെ കണ്ടതേ ഇങ്ങനെ കാണിച്ചാൽ വണ്ടി ഇപ്പൊ ഓടിക്കാൻ റെഡിയാണ്. ഇപ്പൊ പി എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ പാർക്ക് മോഡാണ്. അത് ഈ പച്ച ബട്ടൺ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്ക് മോഡിൽ നിന്ന് ഡ്രൈവ് മോഡിലോട്ടാവും. കണ്ട ഇനിയിപ്പോൾ ഓടിക്കാം. ഇപ്പോൾ ഇത് ഒന്നൊന്ന് കാണിക്കുന്നത് 3 സ്പീഡ് സെലക്ഷൻ ഉണ്ട് ഇതിൽ. 1, 2, 3. ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡാണ്. ഇത് ഒന്നുകൂടെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ 2 സെലക്ഷൻ ഉണ്ട്. നമ്മൾ ഒന്നിലേ പോകണല്ലോ, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് മാക്സിമം 40 കിലോമീറ്റർ സ്പീഡ് വരെ പോകും. പക്ഷെ 40 പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. പക്ഷെ ഞാൻ ഒന്നിലിട്ടാണ് ഓടിക്കുന്നത്. അന്നേരം ബാറ്ററി സേവിങ് ആണ്. സ്പീഡ് കൂടുന്നതോറും ബാറ്ററി, അതുപോലെ 2 പേർക്ക് യാത്ര ചെയ്യാം. 130 കിലോ വരെ വെയിറ്റ് എടുക്കാം. ഇടത്താട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഡിക്കി പറയും. സെയിം നമ്മുടെ മറ്റേ ഇതിന്റെ പോലെ ഡിക്കിയിലൊരു ഹെൽമെറ്റ് ചാവിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സെയിം ഇത് വരും. പാർക്കിംഗ് കാറിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ സെൻട്രൽ ലോക്ക് ഇട്ടിട്ട് മാനുവലി ഇത് ചെയ്ത് കിടന്ന് അടിക്കും. അപ്പൊ ആ സെൻട്രൽ ലോക്കിന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ടച്ചും ചാവി ഇട്ടത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. കൈറ്റ് എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. നമ്മൾ ഒരാഴ്ചയായി ഈ വണ്ടി വാങ്ങിയിട്ട്. ഒറ്റ ചാർജിൽ 70 കിലോമീറ്റർ വരെ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ 10, 25, 30 കിലോമീറ്റർ വരെ ഓടിച്ചു കഴിഞ്ഞു. ഇനി ഒരു 60 കിലോമീറ്റർ ഓടിക്കാനുള്ള ചാർജ് ബാക്കിയുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് അവൈലബിൾ ആണെന്നാണ് അവർ പറഞ്ഞത്. ലൈസൻസും പാസിങ്ങും ഒന്നും ആവശ്യമില്ലാത്ത വണ്ടിയാണ്. ഇതിൽ ലൈസൻസും പാസിങ്ങും ആവശ്യമുള്ള വണ്ടികളും ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് മോഡലുകൾ മാഗ്നം, സ്റ്റെല്ല അങ്ങനെയുള്ള മോഡലുകളാണ് ഇവരിറക്കുന്നത്. 8 വർഷമായിട്ട് ഇവരുടെ വണ്ടികൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. സാധാരണ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓടിക്കാനാണെങ്കിലും നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്.